ഈ വെല്ലുവിളി ഞാൻ ചോദിച്ചിട്ട് 10 കൊല്ലത്തിലധികമായി. 10 കൊല്ലത്തിലധികമായി. ഇന്നും എന്റെ ചോദ്യം അന്തരീക്ഷത്ത് ഉത്തരമില്ലാതെ പറന്നുകൊണ്ടിരിക്കുന്നു. ഒരു മൗലവിയും അതിനെ ഇന്നേ വരെ തൊട്ടിട്ടില്ല. എന്താ വെല്ലുവിളി? ഇവിടെയും ഞാൻ ആവർത്തിക്കുകയാണ് ആ ചോദ്യം. അമ്പിയാക്കളോ ഔലിയാക്കളോ സ്വാലിഹീങ്ങളോ അവരുടെ ഖബറിന്റെ അരികിൽ വന്ന് അവരെ ദർഗന്റെ അരികിൽ വന്നിട്ട് അവിടെ ദുആ നടത്തുന്നത് ശിർക്കാണെന്ന് എഴുതി വെച്ച ഏതെങ്കിലും ഒറ്റ ഇമാമിന്റെ കിതാബ് കാണിച്ചു തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അതിന് ഒറ്റ കിതാബ്, എനിക്ക് 2 കിതാബ് തരണ്ട, 2 ഇമാമിന്റെ പേര് പറയണ്ട. കേവലം ഷാഫി മദ്ഹബിലെ ഒരൊറ്റ ഇമാമിന്റെ കിതാബ് കാണിച്ചു തന്നാൽ എന്റെ വീടും എന്റെ പറമ്പും ഞാൻ താമസിക്കുന്ന എന്റെ പുരയും നിങ്ങൾക്ക് ഞാൻ എഴുതി തരാം. ഇവിടെ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ താമസിക്കുന്ന വീട് നിങ്ങൾക്ക് എഴുതി തരാം. ഈ ചോദ്യത്തിന് മറുപടി പറ. കൊണ്ടുവാ കിതാബ്. 10 കൊല്ലായില്ലേ ഞാൻ ചോദിച്ചു. എന്റെ വീട് നിങ്ങൾക്ക് കിട്ടും, എന്റെ ഭൂമിയും നിങ്ങൾക്ക് കിട്ടും. പോരെ, എന്റെ കാറും തരാം, എന്റെ സ്ഥാപനവും നിങ്ങൾക്ക് തരാം. ഞാൻ സാക്ഷിയാക്കിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടി ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, ഷാഫി മദ്ഹബിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഔലിയാക്കളെ ഖബറിന്റെ അരികിൽ പോകുന്നത് ശിർക്കാണ്, ആ ദർഗ ഉണ്ടാക്കുന്നത് ശിർക്കാണ്, അവിടെ പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് എഴുതി വെച്ച ഒറ്റ ഇമാമിന്റെ ഉദ്ധരണി ആധികാരിക പണ്ഡിതനാവണം. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും തലയിരുന്ന സലഫിന്റെ ബുക്ക് കൊണ്ടുവന്നിട്ട് വായിക്കേണ്ടത്. ഏതെങ്കിലും സലഫിന്റെ ബുക്ക് വായിച്ചാൽ പറ്റൂല. പ്രാമാണികനായ ഏതെങ്കിലും ആധികാരികമായ ഒരു ഇമാമിന്റെ ഒറ്റ കിതാബ്, എനിക്ക് 2 കിതാബ് വേണ്ട, ഒറ്റ കിതാബ് മതി, ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഈ വായിസ് കേൾക്കുന്ന ഈ മൂടബിത്തിരിൽ ആരെങ്കിലും ഏതെങ്കിലും ബജാറിലുണ്ടെങ്കിൽ ഇപ്പൊ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, വായിച്ച് കേൾപ്പിക്കേ. മുന്നോട്ട് വരാമായിരിക്കും. ഏതെങ്കിലും ഒറ്റ കിതാബിലുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പോ ഇനി നോക്ക്, നിങ്ങൾക്ക് ഷാഫി